മാന്യ സദസ്സിന് വന്ദനം. ഈയിടെയായി തെരുവ് നായ്ക്കളുടെ ശല്യം കാരണം വണ്ടികൾ ആക്സിഡന്റ് ആവുകയും പരിക്ക് പറ്റുകയും ചെയ്യുന്നു. അതിനെക്കുറിച്ചുള്ള ഒരു കൊച്ചു മോണാണ് അവതരിപ്പിക്കാൻ പോകുന്നത്. മോളെ മാളൂട്ടി, മാളൂട്ടി, ഷോ ഇതെവിടെ കൊച്ച്? ശാന്തച്ചി, മാളൂട്ടി ഉണ്ടാടെ? നീ പേടിക്കണ്ട രേണു, മാളൂട്ടിയുടെ അമ്മൂന്റെ കൂടെ കളിക്കാം. നിന്റെ കാലിലിട്ട് എങ്ങനെയുണ്ട്? നീ കുളിമുറിയിൽ തെന്നി വീണെന്ന് മാളൂട്ടി പറഞ്ഞു. നല്ല നീ ഡോക്ടർ അധികം ദൂരം നടക്കണ്ട എന്ന് പറഞ്ഞത്. മാളൂട്ടി വേഗം വീട്ടിലേക്ക് വാട്ടോ. ശരി അമ്മേ. അമ്മേ, ദാ അച്ഛൻ വന്നു. അച്ഛൻ ഇന്ന് നേരത്തെ ആണോ അച്ഛ? അതെ മോളെ, അമ്മക്ക് വയ്യാത്തതല്ലേ, അതുകൊണ്ട് ഞാൻ ഇന്ന് നേരത്തെ വന്നു. നീ ഇന്ന് അമ്മയെ സഹായിച്ചോ? ആ അച്ഛൻ, ഞാൻ അടിച്ചു വാരാനും പാത്രം കഴുകാനും ഒക്കെ ഞാൻ സഹായിച്ചു. ഞാൻ വലുതായി ഡോക്ടറായി എല്ലാവരും സഹായിക്കും. മിടുക്കിക്കുട്ടി, അച്ഛന്റെ മോള് തന്നെ. ബാലേട്ടാ, ബാലേട്ടാ, മോളെ സ്കൂളിൽ അയക്കുന്നോർത്ത് എനിക്ക് പേടിയാവുന്നു. തെരുവുനായ്ക്കളുടെ ശല്യം കാരണം സ്കൂളിലേക്ക് പോവാനും ബുദ്ധിമുട്ടാണ്. നീ പേടിക്കേണ്ട രേണു, മാളൂട്ടി അമ്മൂന്റെ കൂടെ പോയിട്ട് വരും. അമ്മേ, ഞാൻ സ്കൂളിൽ പോയി വരാട്ടോ. ആ മോളെ, ശ്രദ്ധിച്ചു പോയിട്ട് വാ. അമ്മ ചേച്ചി, അമ്മ ചേച്ചി, എനിക്ക് പേടിയാവുന്നു. തെരുവുനായ്ക്കളുടെ കൊര കേൾക്കുന്നു. നീ പേടിക്കണ്ട മാളൂട്ടി, അമ്മുവില്ലേ കൂടെ. അഥവാ തെരുവുനായ്ക്കൾ വന്ന് നമുക്ക് ഓടി ഒളിക്കാം. ശരി അമ്മ ചേച്ചി. അമ്മ ചേച്ചി, അമ്മ ചേച്ചി, എനിക്ക് പേടിയാവുന്നു. അയ്യോ കടിക്കല്ലേ, അയ്യോ കടിക്കല്ലേ. മോളെ മാളൂട്ടി, വാ ഓട്, വാ ഓട്. അയ്യോ കടിക്കല്ലേ, അയ്യോ അമ്മേ, അച്ഛാ. ഡോക്ടറെ, ഡോക്ടറെ, എന്റെ മോക്ക് എന്ത് പറ്റി? പേടിക്കണ്ട, മുഖത്താണ് നല്ലോണം കടിയേറ്റിട്ടുള്ളത്. ഇഞ്ചക്ഷൻ എടുത്തിട്ടുണ്ട്, ഉടനെ റൂമിലേക്ക് മാറ്റാം. ശരി ഡോക്ടറെ. മോളെ കുറച്ച് കഴിക്കും, മോളെ കുറച്ച് കഴിക്ക്. മോക്ക് പനിയുള്ളതല്ലേ? എനിക്ക് വേണ്ട അമ്മേ, എനിക്ക് ഭക്ഷണം പോയിട്ട് ഒരു തുള്ളി ഉമ്മനീര് പോലും ഇറക്കാൻ വയ്യ. മോളെ, ഇത് മോക്ക് ഇഷ്ടപ്പെട്ട പഴം കഴിഞ്ഞ കുറച്ച് കഴിക്കും മോളെ. അയ്യോ അമ്മ, എനിക്ക് വേണ്ട, എനിക്ക് വെള്ളം വേണം അമ്മേ, വെള്ളം വേണം. ഐ ആം റിയലി സോറി, നിങ്ങളുടെ മോളെ എനിക്ക് രക്ഷിക്കാൻ പറ്റിയില്ല. അയ്യോ, എൻ്റെ മോളെ എനിക്ക് നഷ്ടപ്പെട്ടല്ലോ. അയ്യോ ബാലേട്ടാ, നമ്മളുടെ സ്വപ്നമായ നമ്മളുടെ മകളും നഷ്ടപ്പെട്ടു പോയല്ലോ. അതെ, നമ്മളുടെ മോള് നമുക്ക് നഷ്ടപ്പെട്ടു. ഇതുപോലെ തെരുവുനായ്ക്കളുടെ ശല്യം കാരണം കൊച്ചുകുട്ടികളുടെയും മുതിർന്നവരുടെയും ജീവനാണ് നഷ്ടപ്പെടുന്നത്. നമ്മൾ സ്വന്തം ശ്രദ്ധിക്കുക. താങ്ക് യു.